കാണാനില്ല എന്ന് പറഞ്ഞത് ഭർത്താവും ഒപ്പമുള്ള മകളുമാണ്. അവർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മോത്തി, ഈ അപകടം നടന്ന ഘട്ടത്തിൽ തന്നെ ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുന്നു. ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ഒരു ആതുരാലയം. സ്വാഭാവികമായും കൂടുതൽ പേർ ഇതിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടാകുമെന്ന സംശയം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതേസമയം തന്നെ ബിന്ദുവിനെ കാണാനില്ല എന്നുള്ള വിവരം ബന്ധുക്കൾ അധികൃതരെ അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് 2 മണിക്കൂറിന് ശേഷം നടത്തിയ തിരച്ചിലൊടുവിലാണ് അബോധാവസ്ഥയിൽ ബിന്ദുവിനെ കണ്ടെത്തുന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾക്ക് ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു. തലയ്ക്ക് ഏറ്റ കനത്ത പരിക്കാണ് മരണത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതെന്നുള്ളതാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. ബോധരഹിതയായിട്ടാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ബിന്ദുവിനെ ലഭ്യമായത്. അതായത് അപകടം നടക്കുന്നത് ഏറെക്കുറെ 10:45 2 മണിക്കൂറിന് ശേഷമാണ് തിരച്ചിലിനൊടുവിലാണ് ബിന്ദുവിനെ രക്ഷാപ്രവർത്തകർക്ക് ലഭ്യമാകുന്നത്. അങ്ങനെ ഉടൻ തന്നെ ആംബുലൻസിൽ ഇവിടെ എത്തിച്ചു. ഏറെക്കുറെ 1/2 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. പക്ഷേ ഒന്ന് കറങ്ങി വരേണ്ടതുണ്ട് ഈ ഭാഗത്തേക്ക്. അങ്ങനെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച് അടിയന്തര ചികിത്സകൾ ലഭ്യമാക്കിയെങ്കിലും പക്ഷേ അതിന് മുൻപ് തന്നെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതിന് ഉള്ളിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. പക്ഷെ വളരെ വൈകിയാണ് ഈ അന്വേഷണം ആരംഭിച്ചത്. 2 മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഈ വൈകി എന്നത് ഒരു കാരണമായിരിക്കുമോ? കാരണം അതൊരു വലിയ ആശങ്കയായി തുടക്കം മുതൽ ചാണ്ടി ഉമ്മനടക്കമുള്ളവർ പറയുന്നുണ്ട്. ഇതിനുള്ളിൽ ആരെങ്കിലും പെട്ടുകിടക്കുന്നു, കാണാനില്ല എന്നൊരാൾ പറയുന്ന സ്ഥിതിക്ക് അന്വേഷിക്കണം എന്ന്. 3 മണ്ണുമാന്തി യന്ത്രങ്ങളാണ് ഇവിടെ തിരച്ചിലിനായി ഉപയോഗിച്ചിരുന്നത്. അവശേഷിക്കുന്ന കെട്ടിട ഭാഗം കൂടി ഒരുപക്ഷെ അടർന്നു വീഴാനുള്ള സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന ആ ഘട്ടത്തിലേക്ക് അവിടെ എത്തുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 68 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഭാഗം, ടോയ്ലറ്റ് ബ്ലോക്ക് അടക്കമുള്ള ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിലിനിടയിൽ കൂടുതൽ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അതാണ് ഈ 2 മണിക്കൂർ വരെയും ആളെ കണ്ടെത്താൻ വേണ്ടി വൈകിയതിൻ്റെ ഒരു കാരണമായി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ പങ്കുവെക്കുന്ന വിവരം. പൂർണ്ണമായി നമുക്കതിനെ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഒരാളെ കാണാനില്ല എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടിയുള്ള ഒരു നീക്കവും അതോടൊപ്പം സൂക്ഷ്മമായ വേഗതയേറിയ ഒരു നീക്കം ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു എന്നുള്ള വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അത് നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയുകയില്ല. കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ, പ്രത്യേകിച്ചും കട്ടകൾ, മൺകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ഭാഗം, കോൺക്രീറ്റിൻ്റെ ഭാഗം, കമ്പി അടക്കമുള്ള ഭാഗമുണ്ട്. അതുകൊണ്ട് അത്ര സമഗ്രമായിരുന്നു രക്ഷാദൗത്യം എന്നതുകൂടി നമുക്ക് പറയേണ്ടതുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരാളെ ഈ അപകടത്തിൽ കാണാതായി എന്ന് പറയുകയും തിരച്ചിൽ ആരംഭിച്ച് 2 മണിക്കൂറിന് ശേഷം അബോധാവസ്ഥയിൽ ആളിനെ കാണുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ വേഗതയേറിയ ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിലുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബിന്ദുവിൻ്റെ അടിയന്തര ചികിത്സ ലഭ്യമാക്കാനും അവരുടെ ജീവൻ തിരികെ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്താനുള്ള ഒരു വഴി ഉണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, രക്ഷാപ്രവർത്തനം 2 മണിക്കൂർ പിന്നിട്ട വേളയിൽ മാത്രമാണ് അബോധാവസ്ഥയിൽ ബിന്ദുവിനെ കിട്ടിയത്. വൈകാതെ തന്നെ ആശുപത്രി പരിസരമാണ് എന്നതിനാൽ തന്നെ വാഹനത്തിൽ ഇവിടേക്ക് കാഷ്വാലിറ്റിയിലേക്ക് എത്തിച്ചു. അടിയന്തര ചികിത്സയ്ക്ക് ആവശ്യമായ ശ്രമങ്ങൾ നടത്തി. പക്ഷേ അതിന് മുൻപ് മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നും ബിന്ദുവിനെ കിട്ടുന്ന അവസരത്തിൽ തന്നെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. ചുരുക്കത്തിൽ ഈ അപകടത്തിൽ പെട്ട് കെട്ടിടാവശിഷ്ടങ്ങൾ ശരീരത്തിലേക്ക് വീഴുകയും തലയ്ക്കേറ്റ കനത്ത പരിക്ക് മരണത്തിന് ഇടയാക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.